എയിംസ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രസംഗങ്ങളിൽ ഒരിടത്തും എയിംസ് ഉച്ചരിച്ചിട്ടില്ലെന്നും താൻ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുമെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ എയിംസ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ജനങ്ങൾക്കൊപ്പമാണ് താനുമെന്നും കേന്ദ്രമന്ത്രി. എയിംസിനെ സംബന്ധിച്ച് ഒരു ഇലക്ഷൻ പ്രചരണത്തിലും അങ്ങനെ ഒരു വാക്കേ ഉച്ചരിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ പ്രസംഗങ്ങളും എടുത്തു നോക്കാം. എയിംസ് അതിനുശേഷം മാത്രമാണ് തൃശൂർ യോഗ്യമാണെന്ന് പറയുന്നത്. ആ പറയുന്ന സമൂഹത്തിന്റെ കൂടെ ഞാനുമുണ്ട്. അതിനും കേരള സർക്കാർ വിചാരിച്ചാൽ മാത്രമേ അത് തൃശൂർ വരൂ. ഇതൊക്കെ കഴിഞ്ഞ സർക്കാർ വളരെയധികം ഒരു വിമുഖത കാണിച്ചിരുന്നു. അത് ഈ സർക്കാർ കാണിക്കാതിരിക്കട്ടെ. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, അദ്ദേഹം മറന്നുപോയതായിരിക്കും. അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് തൃശ്ശൂർ മാത്രമല്ല, കോഴിക്കോട്, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളടക്കം ഒക്കെ തന്നെ അദ്ദേഹം പരാമർശിച്ചിട്ടുമുണ്ട്. എയിംസ് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് മറവി, ഇവിടെയുള്ള മറ്റുള്ള അണികൾക്കുമില്ല, മറ്റു നാട്ടുകാർക്കുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് വിശദാംശങ്ങൾ ലെവിൻ? ശ്യാമിലി, അങ്ങനെ തന്നെയാണ്. അദ്ദേഹം മറന്നുപോയതോ ബോധപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നതോ ആയിട്ടുള്ള പ്രതികരണമായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തൃശ്ശൂരിലെ തന്നെ തന്റെ മണ്ഡലങ്ങളിൽ പല സ്ഥലങ്ങളിലെത്തി അദ്ദേഹം എയിംസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ കൂടി മന്ത്രിയായിരിക്കും താൻ എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കേരളത്തിൽ എയിംസ് വരുന്നത് തമിഴ്നാടിന് കൂടി പ്രയോജനം ചെയ്യുന്ന കാര്യമാണെന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. ആദ്യം സംസ്ഥാന സർക്കാർ, കഴിഞ്ഞ സർക്കാർ കിനാലൂരിൽ കോഴിക്കോട് ഭൂമി കണ്ടെത്തുകയും അതിനുവേണ്ടിയുള്ള കത്തിടപാടുകൾ കേന്ദ്ര സർക്കാരുമായി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അതിൽ സംതൃപ്തി രേഖപ്പെടുത്താതെയാണ് ഈ പറയുന്ന തൃശ്ശൂരിന്റെ MP ഇത്തരത്തിൽ തനിക്ക് എയിംസ് ആലപ്പുഴയിൽ വരാനാണ് താല്പര്യം. കേരളത്തിലെ പിന്നോക്ക ജില്ലയായ ആലപ്പുഴയിൽ എയിംസ് വന്നാൽ അതിന്റെ പ്രയോജനം ആ നാടിന് മാത്രമല്ല മധ്യ കേരളത്തിനാകെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു നൽകിയത്. മറ്റൊന്ന്, തന്റെ രണ്ടാം പ്രയോറിറ്റി എന്നുള്ള നിലയിലാണ് തൃശ്ശൂരിനെ കാണുന്നത്. തന്നെ തെരഞ്ഞെടുത്ത മണ്ഡലം എന്നുള്ള നിലയിൽ, കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ, എല്ലാവർക്കും എത്തിപ്പെടാനും മറ്റും സൗകര്യമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ തൃശ്ശൂരിൽ തന്നെ എയിംസ് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് തനിക്കുള്ളത് എന്നുള്ളത് പിന്നീട് പലവട്ടങ്ങളിലായി പറഞ്ഞു. മറ്റ് പല സ്ഥലങ്ങളിലും അവകാശവാദം എയിംസിന് വേണ്ടി ഉന്നയിച്ച് ജനപ്രതിനിധികളടക്കം മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ തന്റെ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, ലോക്സഭാ മണ്ഡലത്തിന് അവിടെ നിന്നുള്ള ഒരു ജനപ്രതിനിധി പോലുമോ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ അംഗങ്ങൾ പോലുമോ ഈ തന്റെ മണ്ഡലത്തിലേക്ക് എയിംസ് കൊണ്ടുവരണം അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥലത്തേക്ക് എയിംസ് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ളത്. ഇങ്ങനെ എയിംസുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി പല വിഷയങ്ങളിലായി സുരേഷ് ഗോപി പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി. സുരേഷ് ഗോപി അത് രാഷ്ട്രീയ സംവാദം എന്നുള്ള നിലയിൽ നടത്തിയ 2 പരിപാടികൾ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയ കലിംഗ് സംവാദം, അതിനു മുൻപ് തെരഞ്ഞെടുപ്പിന്റെ താൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലടക്കം മത്സരിച്ച സമയങ്ങളിൽ പല ഘട്ടങ്ങളിൽ അടക്കം അവതരിപ്പിച്ച കോഫി വിത്ത് SG എന്ന് പറയുന്ന 2 ജനകീയ സംവാദ പരിപാടി. ഈ സംവാദ പരിപാടികളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും തൃശ്ശൂരിന്റെ വികസനത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നതിനും സംസാരിക്കുന്നതിനുമൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ വിഷയമായി അവതരിപ്പിച്ചതും എയിംസ് ആണ്. എയിംസ് കേരളത്തിലേക്ക് എത്തിക്കണം, അത് ഒന്നാമത് ആലപ്പുഴയ്ക്ക് പരിഗണന, രണ്ടാമത് തൃശ്ശൂരിന് പരിഗണന എന്ന് തന്നെ പല ഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിൽ എല്ലാ മാധ്യമങ്ങളോടും ബൈറ്റ് അദ്ദേഹം സംസാരിക്കുകയും മൈക്കിന് മുന്നിൽ അത് സംസാരിക്കുകയും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ തന്റെ നിലപാടിൽ നിന്നും മലക്കം അറിയുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. താൻ നടത്തിയ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ എയിംസ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. തൃശ്ശൂരിൽ എയിംസ് വേണമെന്ന ആവശ്യം ജനങ്ങൾക്കൊപ്പമാണ്. താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം താൻ രാഷ്ട്രീയ സംവാദപരമായി അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ക്യാമ്പയിന്റെ ഭാഗമായി സംസാരിച്ച കാര്യങ്ങൾക്കപ്പുറത്താണ് എയിംസ്. താൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ്, MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് എയിംസിനെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 2019 മുതൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമസഭയിലും പാർലമെന്റിലും അടക്കം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള സംവാദ പരിപാടികളും മറ്റും ആരംഭിച്ചതാണ്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ പോലും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പല വേളകളിലായി അദ്ദേഹം എയിംസ് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി. സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുത്ത് നൽകിയിട്ടും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി അദ്ദേഹം
തൃശ്ശൂരിലും ആലപ്പുഴയിലും അടക്കം എയിംസ് കൊണ്ടുവരുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശരി. പലതവണ സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണോ എന്തോ ഇപ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് ഓർമ്മയില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ശരി, ഇദ്ദേഹം അടക്കമുള്ള പലതവണ പല നേരത്ത് എയിംസ് എന്ന് ഉച്ചരിക്കുകയും പല ജില്ലയിലായി എയിംസ് കൊണ്ടുവരുമെന്ന് പറയുകയും ചെയ്ത ഇദ്ദേഹം അടക്കം പ്രതികരിച്ചതിന് ശേഷവും കേന്ദ്ര ബജറ്റിലേക്ക് ഉറ്റുനോക്കിയ മലയാളികളുണ്ടായിരുന്നു. നമുക്കൊക്കെ അവസാനം ആമമുട്ടയായിരുന്നു കിട്ടിയിരുന്നത്. അതും കൂടെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വീണ്ടും പരിശോധിക്കാൻ തയ്യാറാണ്. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് എന്നുള്ള ഒരു സത്യമാണ്. അതിൽ നമുക്ക് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ആമമുട്ടയുമാണ് എന്നുള്ളതാണ്. ആമമുട്ട വളർത്തൽ കേന്ദ്രം, ആമ പരിപാലന കേന്ദ്രം എന്നൊക്കെയുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു കാര്യം.